ഹലോ, ഇന്ന് നിൽക്കാൻ എൻ്റെ റൂമൊന്ന് കാണിച്ചു തരാം. ഒരു ഗോഡൗണായിട്ടാണ് ഇവിടെ പൂക്കളെല്ലാം ഉണ്ടാക്കുന്ന എല്ലാം നിറയെ ഉണ്ടായിരുന്നു ഇവിടെ. പെട്ടെന്നൊന്നും വൃത്തിയാക്കാനാവില്ല. 2-3 ദിവസമായിട്ട് എല്ലാം പുറത്തേക്ക് എടുത്തു. ആവശ്യമില്ലല്ലോ, എടുത്ത് വെച്ച് ബാക്കിയെല്ലാം തീയിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാം അടുക്കി വെച്ചിട്ടാണുള്ളത്. ഇതാൻ്റെ ബുക്കെല്ലാം ഉണ്ട്, സമ്മാനങ്ങളും ബുക്കെല്ലാം ആടാ. എൻ്റെ മോളും വന്ന് നോക്കുന്ന ശനിയാഴ്ച അല്ല, എൻ്റെ ചിനിമോള് വന്ന് ഓളും കുറച്ചെല്ലാം ആക്കി വെച്ചു. എല്ലാം വലിച്ച് കട്ടിലെല്ലാം മാറ്റി. അവിടെ ഉണ്ടായിരുന്നു കട്ടിലുണ്ട്. ഏട്ടൻ്റെ ഫോട്ടോ ഉണ്ട്, അത് നമ്മൾ കിടക്കുന്നത് അവിടെ അടുത്ത് തന്നെയാണ് കട്ടിലുണ്ടായിന്. അതെല്ലാം മാറ്റി വെച്ചു. അതെല്ലാം എടുത്തിട്ടായി അല്ലേ. എൻ്റെ ഷെൽഫായത് നിറയെ തുണിയാണ് എൻ്റെ ഉള്ളിൽ. എല്ലാം ഒഴിവാക്കി. കട്ടിൽ മാത്രമേ വലിയൊരു ഇതുണ്ടായിന്, ബെഡുണ്ടായിന്, അത് മാറ്റി. ബെഡ് പറ്റുന്നേ ഇല്ല. അത് മാറ്റാൻ വേണ്ടി അധികം പാടുപെട്ടത്. രാത്രി ആയാലും പുറത്ത് ആവില്ല, രാത്രി വന്നിട്ട് കിടക്കണ്ടേ. പകലെല്ലാം ഹാളിൽ കിടക്കും, ബെഞ്ചിൻ്റെ മുകളിൽ. വെറും പലകമയാണ് ഇത്രയും കാലം കിടന്നിപ്പോൾ. കുറേ ആയിട്ട് രാത്രി ബെഡിൽ കിടക്കുന്നത് എനിക്ക് തീരെ പറ്റാണ്ടായിപ്പോയി. അപ്പോൾ ഇത് ഇപ്പോൾ എല്ലാം മോള് വന്നിട്ട് എനിക്കിത് നടക്കാൻ പറ്റില്ലല്ലോ, എല്ലാം മാറ്റി. അതിപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വെച്ചു. വേണ്ട, എല്ലാം വൃത്തിയാക്കാനുണ്ടത്രേ. മേശയെല്ലാം കുറേ വൃത്തിയാക്കാനുണ്ടത്രേ. എല്ലാം ഉണ്ട് ഇവിടെ. അങ്ങനെ മറ്റുള്ള സൗകര്യമൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ വെറും റൂം മാത്രമാണ് അല്ലേ. സമ്മാനങ്ങളെല്ലാം കണ്ടതല്ലേ, കാണിച്ചു തരില്ലേ എപ്പോഴും. അതുകൊണ്ട് കണ്ടില്ലേ, പുസ്തകങ്ങളെല്ലാം എല്ലാം അടുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ഇനിയുണ്ട് അപ്പുറപ്പുറമല്ല, എല്ലാത്തിൻ്റെ മേലെ തന്നെ കൊണ്ടുവെക്കുക. വെച്ചിട്ട് സുഖമായിട്ട് കിടക്കുക. തലാണ പോലെ ചൂട് ഇങ്ങനെ തന്നെ കിടക്കണം. എൻ്റെ മുകളിൽ ഇതാണ്ടല്ലേ എൻ്റെ കുറേ കാലത്തെ ഇതിപ്പോഴത്തേതാണ് ഉണ്ടല്ലേ. എന്താ മറയെല്ലാം കണ്ട ഇപ്പോഴത്തെ മറിയാൻ. ഇപ്പോൾ പോയിട്ട് കൈക്ക് എടുത്തതായിട്ടില്ലേ. ഇത് ഇപ്പോഴത്തെയാണ്. ഒരുപാടുണ്ട്. ഇത് മുമ്പേറ്റത് ഉണ്ടല്ലേ. ഇത് 2063 വയസ്സിൽ ഉണ്ടല്ലേ. ഉണ്ട്. അനാമയിൽ ഇത് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇത് എടുത്തത്. മാറി ഉണ്ടല്ലേ. ഇതെല്ലാം ഏട്ടൻ്റെതാണ്. വേണ്ട, ഇതെല്ലാം ഒരുപാടുണ്ട്. ഇത് കുറച്ചേലും നടുവിൻ്റെതും പിന്നെ അവസാനത്തെ എല്ലാം അപ്പുറമെല്ലാം ഇട്ട് കൊണ്ടുവച്ച് കുറച്ചിലുണ്ട്. ഇതെല്ലാം ഇതിന് മുമ്പേ ചെയ്തതെല്ലാം എടുത്തെന്ന് വെച്ച് മുമ്പേ മംഗലാപുരം പോയിട്ട് ആടുന്നാണ് എല്ലാം ചെയ്തത്. അതെല്ലാം ഇതിപ്പം അടുത്ത കാലത്ത് ഇഷ്ടം പോലെ ഉണ്ട്. വേണ്ട, നടുവിൻ്റെതും ഉണ്ടല്ലോ എല്ലാം. അതിപ്പോഴത്തെ ഇതായി ഓരോക്കെ പോകുമ്പോൾ ഇതെല്ലാം എടുത്ത് കാണിക്കണമല്ലോ. ഇതിലെന്നെ ഒരുപാടുണ്ട്. ഇതിലുണ്ട് ഒരുപാടുണ്ട്. ഇഷ്ടം റിപ്പോർട്ടെല്ലാം എല്ലാം കണ്ടില്ലേ. എല്ലാം എത്ര ചെയ്തിട്ടും രോഗം ഇങ്ങനെ പിന്നെയും വരുന്നു. കൈൻ്റെ മാത്രം കൈക്ക്
കയ്യിൻ്റെ എടുത്ത് നല്ലതാണ്ടല്ലേ ഓരോ ഇന്നുണ്ടത്തെ കുറേ മറിയും എത്രയും ഇതായിട്ട് പോയിട്ട് ആദ്യം ശ്വാസം മുട്ടിൻ്റെതും എല്ലാം എടുത്തിട്ടുണ്ട്. അതല്ലേ രണ്ടല്ല ഒരുപാട് കണ്ടില്ലേ. നട്ടലിന് മുമ്പേ വീണിട്ട് നട്ടലിന് പറ്റിപ്പോയിരുന്നില്ല. നട്ടലിൻ്റെ അത് അതിൻ്റെ എല്ലാം അതെല്ലാം ഇത്രയും കാലം മരുന്ന് കഴിച്ചു. അതാണ് ഇങ്ങനെ ഈ പലയിര മുകളിൽ കിടത്തം എല്ലാം വേണ്ട. നട്ടലിന് പ്രശ്നം വന്നാൽ അങ്ങനല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ മാറ്റമുണ്ട്, അല്ലേ നടുവിന് നല്ല മാറ്റമുണ്ട്. പക്ഷേ വിലക്കുറവാണ്, എല്ലിന് വിലക്കുറവ് അത് മുമ്പേ ഉണ്ട്. ഒന്നും ശ്രദ്ധിക്കാതെ ഉണ്ടാവും പറ്റിപ്പോയതാണ്. ആ ഭക്ഷണം കഴിക്കൂല നേരെ, അതിൻ്റെ സമയവും സാഹചര്യവും ഇല്ലല്ലോ നമുക്ക്. ഇപ്പാണെങ്കിൽ ഒന്നും കഴിക്കാൻ പറ്റാണ്ടായി. അങ്ങനത്തെ അവസ്ഥയാണ് അല്ലേ. എന്താ ഉണ്ട് ഇന്ന് തുടങ്ങി ഇന്ന് മുതൽ. അതിൻ്റെ ഇടക്ക് ആണ് വീണ് പോയത്. വിലക്കുറവില്ലതുകൊണ്ട് എപ്പോൾ വീണതെന്ന് നമുക്ക് പറയാനും കഴിയില്ല. വിചാരിക്കാതെ അങ്ങ് വീണ് പോകും. ബാത്റൂം എവിടെയും പോകേണ്ടത് ഇവിടെ ഇത്ര അടുത്തുനിന്നാണ് ഞാൻ വീണത്. ഇടുന്നു അല്ലേ നടന്ന് കണ്ട് തുറന്നാൽ ഇതിങ്ങനെ പിടിച്ചിട്ടേ ഞാൻ ഇറങ്ങൂല വിടാതെ. കണ്ടില്ലേ ഇവിടെയാണ് വീണത്. ഉണ്ടല്ലേ അവിടെ നിന്ന് അത്രയും ഇറങ്ങാനില്ലോ. ഉണ്ടല്ലോ ഒരു കല്ലുണ്ട് ഇവിടെ. ഇതാ ഇതിൻ്റെ രണ്ടിൻ്റെതാ ഈടെയാണ് തല വെച്ചടിച്ചത്. അതുകൊണ്ട് എന്തായാലും പറഞ്ഞാലും ഒന്നും പറ്റിയില്ല. കാല് നേരെ ഇങ്ങോട്ട് പോയി. കണ്ടില്ലേ കുഴപ്പമൊന്നും ഉണ്ടായിട്ടേ ഇല്ല, ഒന്നുമില്ല, നല്ല ഇതുണ്ടായിന്. അപ്പോൾ അതാ അതിൻ്റെയും ഇടിയതാണ്ടല്ലേ ഇടിയും കൂടെ വെച്ചടിച്ചാൽ തല പോട്ടിന്. പക്ഷെ ഒന്നും പറ്റിയില്ല, പറഞ്ഞൊരു പോറലും പറ്റിയില്ല. വേദന ഉണ്ടല്ലാണ്ട് അത് പിന്നെ ഇത്ര വലിയ മനുഷ്യൻ വീണാൽ ഉണ്ടാവില്ലേ. ആ ഒരു ഇതേലും വലിയൊരു അപകടത്തിൽ നിന്ന് ഇപ്പം രക്ഷപ്പെട്ടത്. ഇത് ഞാൻ കാണിച്ചു തരുന്നെന്ന് പറഞ്ഞ് എന്നെപ്പോലെ ഒരുപാട് ആളുണ്ടാവില്ലേ നമ്മളെപ്പോഴും. ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ടും കൂടെയാണ് ഇങ്ങനെ വീണ് പോയത്. ഉണ്ടല്ലോ ആ കല്ല് കണ്ടില്ലേ, കാല് തേക്കാൻ കൊണ്ടുവച്ച കല്ലാണ്. അത് ഞാനിപ്പോൾ മാറ്റി ഞാനെടുത്ത് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി അവിടെ വെച്ചതാണ്. അവിടെ അതുണ്ടായിന്. അവിടെ നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടായി. ഇപ്പോൾ കുറച്ച് അങ്ങോട്ടായില്ല. ഈ തൊട്ട് ഇവിടെ തല വെച്ചടിച്ചത്, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ലേശം നോക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല എല്ലാവരും കാണുന്നവരും എല്ലാം വിഷമിക്കൂലേ. പേടിച്ചിങ്ങനെ ഷോക്ക് പോലെ ആയിപ്പോയി. ആരും ഉണ്ടായില്ല പകലൊന്നും. പിന്നെ ആരും ഉണ്ടാവില്ല. എന്ത് സംഭവിച്ചാലും നമ്മൾ ഫോണെടുത്ത് വിളിച്ചാലേ എല്ലാവരും അറിയുള്ളൂ. നമ്മൾ കാത്തിട്ട് മക്കൾക്ക് നിൽക്കാൻ പറ്റൂലല്ലോ. ഓരോ ആളും ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചു തരുന്നതാണ്. അതിന് മാത്രമായിട്ട് ഞാൻ കാണിച്ചു തരുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥയെല്ലാം എല്ലാം മാറ്റി വെക്കാം. ഇങ്ങനത്തെ ഒന്നും വേണ്ട, എന്തെല്ലാം മാറ്റലായി ഇടുന്നു. നമുക്ക് പറ്റുന്ന സൗകര്യം എങ്ങനെയെങ്കിലും. ഒന്നുമില്ല, എഴുന്ന് ഇത്ര ഇറങ്ങാനുണ്ട്, അത്രയും ഉണ്ട്. ഒരു ഇഞ്ച് അത്രയും ഇറങ്ങാനില്ലോ. ആ മെല്ലെ ഇങ്ങനെ കാല് വെക്കുമ്പം തന്നെ അങ്ങ് താലോട്ട് പോയി. മുട്ട് മടങ്ങി, വലത് കാലിൻ്റെ മുട്ട് കുത്തിപ്പോയി. അതുകൊണ്ടായിരിക്കും രക്ഷപ്പെട്ടത്. ഇടത് കൈയിലെ മുട്ടും കുത്തി. അപ്പോൾ ശക്തി കുറച്ച് കുറഞ്ഞല്ല. തല മെല്ലെ വെച്ചാടി അടിച്ച്. ചെറിയൊരു വേദനയില്ല, തലക്കൊന്നും പറ്റിയിട്ടില്ല. ഇതിനെക്കാളെല്ലാം മുമ്പേ ഞാൻ വീണിട്ടുണ്ടല്ലോ. അങ്ങനത്തെ വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവായിപ്പോയി. അല്ലെങ്കിൽ തീർന്നു പോട്ടെ ഇനീനോടെ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഏട്ടനും വീണത് ക്ലോസറ്റിലാണ് വീണത്. ആ ക്ലോസറ്റിൻ്റെ അങ്ങോട്ട് കടന്നിട്ട് ആണ് വീണത്. അന്ന് ആരും ആളുണ്ടായിട്ട് എവിടെയൊന്നും പരിസരത്തൊന്നും ഒരാളും സംഭവിച്ചാൽ ഒരാളും കൂടി ഉണ്ടാവില്ല. എവിടെയും എല്ലാവരും ജോലിക്കെല്ലാം പോയ വലിയ വീട്ടിലൊന്നും ആളുമില്ല. അങ്ങനെയാണ്. നമ്മൾ ഒറ്റക്കലാകുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കേണ്ടതാണ്. മക്കൾ വന്നിട്ടെല്ലാം എല്ലാം ഒന്ന് വൃത്തിയാക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം കളഞ്ഞു. പൂവാക്കുന്നൊന്നുമില്ലല്ലോ ഇനി. അതുകൊണ്ട് നല്ലെടുത്ത് പുറത്ത് കൊണ്ടുവച്ചിട്ടായില്ലത്. വേണ്ടുന്നിടത്ത് ബാക്കിയെല്ലാം തീക്കിടാൻ. എല്ലാവരും അത്രയും ശ്രദ്ധിച്ചിട്ട് കളിക്കാമെന്ന് നമ്മൾ രക്ഷപ്പെട്ടു തന്നെയാണ്. അല്ലെങ്കിൽ ഒരു വീഴ്ച മതിയല്ല നമുക്കെല്ലാം തകരാൻ. അപ്പോൾ ഇതിനോടെ ഞാൻ അവസാനിച്ച് പോട്ടീനും. നമുക്ക് മരണത്തിനല്ല ഭയം, അതിന് മുമ്പിലുള്ളതാണ്. നമ്മൾ മാത്രം പോരല്ല, എല്ലാവരും കണ്ട് സഹിക്കേണ്ടതല്ല. എന്തെങ്കിലും ഒരു പോറൽ പറ്റിപ്പോയാൽ എല്ലാവരും ഇത് കണ്ട് സഹിക്കണ്ടേ, അതാ പേടി. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഭാഗ്യം എന്ന് പറയാം. ഇനിയുള്ളത് അങ്ങോട്ട്
എവിടെയും ഞാൻ പോകുന്നില്ല. ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞതാണ് വടിയെടുക്കണം, പുറത്ത് പോകുമ്പം വടിയെടുക്കണം. കാണാനിപ്പോൾ ഒരു രോഗമില്ല, നല്ല തടിയും എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കിടന്ന് ശരിയാക്കുന്നുണ്ട് ഇപ്പോൾ. ശ്രദ്ധിക്കാം, പിന്നെ അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മരുന്നിപ്പോൾ ആദ്യം കഴിക്കാൻ തുടങ്ങി, കാൽസ്യം ഗുളിക എല്ലാം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കുറേ ഉണ്ട്. ഞാനൊരു നല്ല വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഇതെല്ലാം എല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം.